നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒരു പൊതുജനം എന്ന നിലയിൽ നമ്മളിൽ പലർക്കും ഒരു സംശയമുണ്ടാകാം. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എത്ര രൂപയാണ് പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതെന്ന്. മറ്റു പല ബ്യൂറോക്രാറ്റുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ശമ്പളം എന്ന് പറയുന്നതിലും ഉപരിയായി അതിനെ ആനുകൂല്യങ്ങളും അലവൻസുകളുമായി നമുക്ക് കണക്കാക്കാം. പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഈ അധിക ആനുകൂല്യങ്ങളും അലവൻസുകളും അത് നികത്തുന്നു. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ 5 വർഷം കൂടുമ്പോഴും പൊതുജനങ്ങൾ ഇന്ത്യയിൽ ഒരു കേന്ദ്ര സർക്കാർ രൂപീകരിക്കാൻ വോട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരാളെ നാമനിർദ്ദേശം ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹത്തെ ഇന്ത്യൻ രാഷ്ട്രപതി നിയമിക്കുകയും ഈ രാജ്യം ഭരിക്കാനുള്ള ഉത്തരവാദിത്തം നൽകുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2014 മുതൽ ഇന്ത്യയുടെ 14ാം പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. 2001 മുതൽ 2014 വരെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും വാരണാസിയിലെ പാർലമെന്ററി അംഗവുമായിരുന്നു അദ്ദേഹം. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിട്ടിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രധാന ഭരണാധികാരിയും സർക്കാരിന്റെ തലവനുമാണ് പ്രധാനമന്ത്രി. ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ പോലെ ശമ്പളമെന്ന് പറയത്തക്കതായി ഒന്നും ലഭിക്കുന്നില്ല. പകരം പ്രധാനമന്ത്രിക്ക് തന്റെ ജീവിത ചിലവുകൾ നടത്തുന്നതിന് ഒരു നിശ്ചിത തുകയ്ക്ക് അർഹതയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 75 പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും പ്രതിഫലനം മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നൽകുന്നു. ഒരു സെറ്റ് തുകകളെ അലവൻസുകൾ എന്ന് വിളിക്കുന്നു. ഈ അലവൻസുകളും അടിസ്ഥാന ശമ്പളവും ചേർത്താൽ പ്രതിമാസം 1.6 ലക്ഷം വരും. അതിനാൽ പ്രധാനമന്ത്രിയുടെ ശമ്പളത്തിൽ അടിസ്ഥാന ശമ്പളമായി പ്രതിമാസം 50,000 രൂപ അടങ്ങിയിരിക്കുന്നു. ഇതോടൊപ്പം ഓഫീസ് വീട്ടു ചിലവുകൾക്കായി പ്രതിമാസം 6,000 രൂപ അധികമായി ലഭിക്കും. ഒരു പാർലമെന്റ് അംഗമായതിന് പ്രധാനമന്ത്രിക്ക് പ്രതിദിന അലവൻസായി 3,000 രൂപയും, ഒരു വീടിന് പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് പ്രതിദിന അലവൻസായി 3,000-ന് അർഹതയുണ്ട്. പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കൂടുതലായും ജോലി ചെയ്യുന്നതിനാൽ ഇത് പ്രതിമാസം 90,000-ആയി മാറുന്നു. എന്നിരുന്നാലും ഒരു പ്രധാനമന്ത്രിയുടെ പാക്കേജിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം ഉൾക്കൊള്ളുന്ന ശമ്പളമല്ല ഇത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ തലവനായിരിക്കുന്നതിന് അയാൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന അധിക ആനുകൂല്യങ്ങളും അലവൻസുകളുമാണ് ഇത്. ശമ്പളത്തിന് പുറമെ അവർക്ക് ലഭിക്കുന്ന എല്ലാ അധിക ആനുകൂല്യങ്ങളും എന്തെല്ലാമാണെന്നൊന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തനിക്കും കുടുംബത്തിനും ആഡംബര വാടകരഹിത ഔദ്യോഗിക വസതി നൽകുന്നുണ്ട്. 7RCR എന്നറിയപ്പെടുന്ന ന്യൂഡൽഹിയിലെ 7 റോഡ് കോഴ്സ് റോഡിലാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്നത്. PM ഓഫീസ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. മാത്രമല്ല, വീടിന്റെ സുരക്ഷാ വിശദാംശങ്ങൾക്കായി ഭീമമായ പണം ചിലവഴിക്കുന്നതിന് നിങ്ങൾ കണ്ടെത്തും. പ്രധാനമന്ത്രി ഈ വീടിന് 1 രൂപ പോലും നൽകേണ്ടതില്ല. ഇനി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിവരങ്ങളുടെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. അവരുടെ പ്രധാന പങ്ക് കാരണം പ്രധാനമന്ത്രി എല്ലായ്പ്പോഴും പരിരക്ഷിക്കപ്പെടണം. ഇത് കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ ആവശ്യപ്പെടുന്നു. പ്രഗത്ഭരും അറിവുള്ളവരുമായ വ്യക്തികൾ അടങ്ങുന്ന പ്രത്യേക സുരക്ഷാ വിശദാംശങ്ങളുടെ സംരക്ഷണത്തിലാണ് പ്രധാനമന്ത്രി എപ്പോഴും ഉള്ളത്. വീട്ടിലും ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ഈ സുരക്ഷാ സംഘം സാധ്യമായ ആക്രമണങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്നു. സുരക്ഷാ വിശദാംശങ്ങളുടെ ശുഷ്കാന്തിയോടുള്ള പ്രവർത്തനത്തിലൂടെ പ്രധാനമന്ത്രി സുരക്ഷിതനുമാണ്. അതേപോലെ യാത്രാ സൗകര്യങ്ങൾ, അവരുടെ യാത്രാ ആവശ്യങ്ങൾ സുഗമമാക്കുന്നതിന് പ്രധാനമന്ത്രിക്ക് ഔദ്യോഗിക കാറുകളും വിമാനങ്ങളും ലഭ്യമാണ്. പ്രത്യേക ഉപകരണങ്ങളിലുള്ള ദീർഘദൂര വിമാനങ്ങൾ, ഹ്രസ്വയാത്ര ഹെലികോപ്റ്റർ ഫ്ലൈറ്റുകൾ, റോഡ് യാത്രകൾക്കുള്ള സമ്മിശ്രിതമായ ഓട്ടോമൊബൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയോ വിദേശത്തോ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയോ ചെയ്താൽ പ്രധാനമന്ത്രിക്ക് അവരുടെ യാത്രാ ബാധ്യതകൾ
ഫലപ്രദമായും സൗകര്യപ്രദമായും നിറവേറ്റാൻ കഴിയുമെന്നതും ഈ ഗതാഗത മാർഗങ്ങൾ ഉറപ്പു നൽകുന്നു. അതേപോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ. പ്രധാനമന്ത്രിക്കും അവരുടെ കുടുംബത്തിനും സർക്കാർ സൗകര്യങ്ങളിൽ സമഗ്രമായ ചികിത്സ ലഭ്യമാണ്. അവരുടെ ആരോഗ്യം നിലനിർത്താൻ പ്രതിരോധ പരിശോധനകൾ വാഗ്ദാനം ചെയ്യുന്നു. ചില ആവശ്യങ്ങൾക്ക് പ്രത്യേക ചികിത്സകൾ ലഭ്യമാണ്. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ അടിയന്തര വൈദ്യസഹായവും ലഭ്യമാണ്. ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി മികച്ച വൈദ്യ പരിചരണവും നൽകുന്നുണ്ട്. അവസാനമായി പെൻഷൻ. വിരമിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെ പെൻഷൻ നിശ്ചയിക്കുന്നത് എത്ര വർഷത്തെ സേവനമാണ്. പ്രധാനമന്ത്രിയുടെ വിരമിക്കലിന് ശേഷമുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ ഈ പെൻഷനിലൂടെ നിറവേറ്റപ്പെടുന്നു. ഇത് സ്ഥിരമായ വരുമാന മാർഗ വാഗ്ദാനം ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ പെൻഷൻ അവർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പു നൽകുകയും രാജ്യത്തിനുള്ള അവരുടെ സേവനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്.